റൂൾ 50 സഭാ നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപം. 2026-27 ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതും സ്പിൽ ഓവർ അനുവദിക്കാത്തതും മൂലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്തംഭനാവസ്ഥയിലെത്തിയ അടിയന്തര സാഹചര്യം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ GR അനിൽ, KN ബാലഗോപാൽ, PK പ്രവീൺ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ബജറ്റിൻ്റെ 3 ദിവസത്തെ ജനറൽ ഡിസ്കഷൻ കഴിഞ്ഞു. ഡിമാൻഡിൻ്റെ 2 ദിവസത്തെ ഡിസ്കഷൻ കഴിഞ്ഞു. ഇന്ന് അപ്രോപ്രിയേഷൻ ബില്ല് കൂടി ഉള്ളതാണ്. സർ, എല്ലാ അവസരവും ഉണ്ടായിട്ട് എല്ലാ ദിവസവും ആവർത്തിച്ചൊക്കെ പറഞ്ഞ കാര്യം വീണ്ടും റൂൾ 50 ആയി കൊണ്ടുവരുന്നത്, അതിനകത്ത് ഞാൻ പറയുന്നില്ല, സ്പീക്കർ ഏതായാലും അത് അനുവദിച്ചു. പക്ഷേ അത് ശരിയാണോ എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അംഗങ്ങളും ഒന്ന് ആലോചിക്കണം. ഇത് കൊണ്ടുവരുന്നത് നമുക്ക് മറുപടി പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ അതുകൊണ്ട് സ്പീക്കറുടെ ഓഫീസിൽ നിന്ന് ഈ വിവരം അറിയിച്ചപ്പോൾ ഞങ്ങൾ മറുപടി പറയാൻ തയ്യാറാണ്. സാറേ, ഇത് എത്ര പ്രാവശ്യം ഈ സഭയിൽ പറഞ്ഞതാണ്? ഫണ്ട് വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ബജറ്റിൽ വെച്ചിരുന്നത് 11,189 കോടി രൂപയാണ്. ഇപ്പോൾ 8,655.45 കോടി രൂപയാണ്. 1,533.55 കോടി രൂപയുടെ കുറവുണ്ടായിട്ടുണ്ട്. എന്താ കാരണം? നിങ്ങളുടെ ബജറ്റിൽ വെച്ചിരുന്നത് 35,000 കോടി രൂപയുടെ പ്ലാനാണ്. ആ പ്ലാനിലെ 20,500 കോടി രൂപ കിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പായി. അപ്പോൾ നമുക്ക് ഇല്ലാത്ത പദ്ധതി വെച്ചിട്ട് ഇത് പദ്ധതി കൊടുക്കാൻ പറ്റുമോ? എന്നിട്ടും ഞങ്ങൾ മറ്റു പല പോംവഴികളും കണ്ടെത്തി 5,000 കോടി രൂപ മാത്രമാണ് പ്ലാനിൽ നിന്ന് കുറച്ചത്. 30,000 ചില്ലാൻ കോടി രൂപയുടെ 30,300 ചില്ലാൻ കോടി രൂപയുടെ പ്ലാനാണുള്ളത്. അതിൻ്റെ ആനുപാതികമായ കുറവ് എല്ലാ വകുപ്പുകളിലും ഉണ്ടായിട്ടുണ്ട്. ഈ വകുപ്പിലും അതിൻ്റെ ആനുപാതികമായ കുറവ് 1,533 കോടി രൂപയുടെ കുറവുണ്ടായിട്ടുണ്ട്. കുറവുണ്ടാകാത്ത 2 വകുപ്പുകൾ SC/ST വകുപ്പും അതുപോലെ തന്നെ നമ്മുടെ ഫിഷറീസുമാണ്. അവിടെ കുറവുണ്ടായത് ബജറ്റിലെ അഡീഷണൽ അനൗൺസ്മെൻറ്റിലൂടെ ആ തുക അവിടെ വെച്ചിട്ട് ഈ 35,000 കോടി രൂപയുടെ പ്ലാൻ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ SC/STക്ക് എത്ര കിട്ടുമായിരുന്നു? ആ തുക എത്തിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് കുറയ്ക്കാൻ പാടില്ല. ഫിഷറീസ് മേഖലയിലും അതേ തുക വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും 28.5% ആണ് സ്റ്റേറ്റ് പ്ലാനിൻ്റെ 28.5% ലോക്കൽ ബോഡിക്ക് പോകുന്നത്. അവിടെ 1,533 കോടി രൂപയുടെ കുറവ് വന്നിട്ടുണ്ട്. ഇത് സഭയിൽ പല പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഇത് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. നേരത്തെ ഇത് പറഞ്ഞ മാതിരി നേരത്തെ ഇത് ചർച്ചകളിലൊക്കെ വന്നിരുന്നതാണ്. പിന്നെ ഒരു അടിയന്തര പ്രമേയം നമ്മൾ നിഷ്കരണം കട്ട് ചെയ്ത് കളയുന്നു എന്നുള്ള രൂപം വരണ്ട എന്ന് കരുതിയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് പറഞ്ഞത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശ്രീ GR അനിൽ. സാർ, ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പല ആവർത്തിച്ച് പറഞ്ഞുവെങ്കിലും വീണ്ടും ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ തയ്യാറായതിൻ്റെ പ്രധാന കാരണം അത്ര കണ്ട് ഗുരുതരമായ സാഹചര്യമാണ് സാർ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അവസ്ഥ. അത്ര കണ്ട് ഗുരുതരമായ അവസ്ഥയാണ്. നിങ്ങളുടെ തന്നെ ഭൂരിപക്ഷമുള്ള ഒരുപാട് പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ ഉണ്ടല്ലോ. അതിലെ അംഗങ്ങളെല്ലാം വല്ലാത്ത പ്രതിസന്ധിയിലാണ് സാർ. കേരളത്തിൽ അത് പഞ്ചായത്ത് വകുപ്പിൻ്റെ മന്ത്രിക്ക് ആ ജില്ലയിലെ തന്നെ അവസ്ഥ ഓരോ മുനിസിപ്പാലിറ്റിയുടെയും കണക്കുകൾ നോക്കുമ്പോൾ അറിയാൻ കഴിയും. അതുപോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ പറവൂർ മുനിസിപ്പാലിറ്റിയുടെ കണക്ക് നോക്കിയാൽ അറിയാൻ കഴിയും. എൻ്റെ മണ്ഡലത്തിൻ്റെ അവസ്ഥ എനിക്ക് നേരിട്ടറിയാം സാർ. അതുകൊണ്ടാണ് ഇത്തരം ഒരു വിഷയം ചർച്ച ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്. അത് ചർച്ച ചെയ്യുക മാത്രമല്ല, ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു 5,000 കോടി രൂപയുടെ കുറവുണ്ടായിട്ടുണ്ട്, അതിൻ്റെ ആനുപാതികമായ കുറവെന്ന് പറഞ്ഞു. സാർ, ഏത് ആനുപാതികമായ കുറവ് വരുമ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ടോട്ടലായി ഞാൻ പറഞ്ഞു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കുറവ് വരാതിരിക്കാനാണ് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷത്തെ കണക്ക് നോക്കിയാൽ ഗ്രാജുവലായിട്ട് മൂന്നാം ഗഡു കൊടുക്കാനുണ്ട്. അദ്ദേഹം വിഷയം അവതരിപ്പിക്കട്ടെ സാർ, ഞാൻ പറഞ്ഞോട്ടെ. വിഷയം അവതരിപ്പിക്കട്ടെ. മൂന്നാം ഗഡു കൊടുക്കാനുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാമല്ലോ. മൂന്നാം ഗഡു കൊടുക്കാൻ കഴിയാത്ത വന്നത് എന്താ സാർ? മാർച്ച് മാസമാണ് ഫണ്ട് അലോട്ട് ചെയ്യുന്നത്. ഇലക്ഷൻ്റെ പ്രഖ്യാപനം വന്ന് കോഡ് ഓഫ് കോണ്ടാക്ട് വന്ന സമയത്ത്
അത് ഒഴിവാക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഒഴിവാക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ട കാര്യമല്ലേ? അത് സ്പില്ലോവറായി ഉൾപ്പെടുത്തേണ്ടതല്ലേ? അത് ചെയ്തില്ലല്ലോ. സാർ, ഞാൻ വിഷയത്തിലേക്ക് വരാം. സാർ, ജനാധിപത്യ അധികാര വികേന്ദ്രീകരണത്തിലൂടെ ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധയിൽ വന്ന കേരള മാതൃക പൂർണ്ണമായും അട്ടിമറിക്കുന്ന ഒരു സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. സാർ, പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുകൾക്കും അർഹതപ്പെട്ട പ്ലാൻ ഫണ്ട് വൻതോതിലാണ് ഈ സർക്കാർ വെട്ടിക്കുറച്ചിരിക്കുന്നത്. പദ്ധതി വിഹിതം കുറച്ചതിനാൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതീവ ഗുരുതരമായ പ്രതിസന്ധി നേരിടുകയാണ്. സാർ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ലാത്ത വിധം തദ്ദേശ സ്ഥാപനങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന ഒരു സമീപനമാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നത്. സ്പില്ലോവർ കുടിശ്ശിക തീർക്കാൻ പോലും പണമില്ലാതെ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ വലയുകയാണ്. സാർ, ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവൻ്റെ കുടിവെള്ള പദ്ധതികൾ നിലച്ചു. റോഡ് അറ്റകുറ്റപ്പണി നടക്കുന്നില്ല. ലൈഫ് ഭവന പദ്ധതി പ്രകാരമുള്ള വീടുകളുടെ നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്നു. ബെഡ് സ്കൂളുകളുടെ പ്രവർത്തനം പോലും അവതാളത്തിലായി. പാലിയേറ്റീവ് പ്രവർത്തനം നിശ്ചലമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരികയാണ്. ബഡ്ജറ്റിൽ നേരിട്ടുള്ള ഗ്രാൻറ്റുകൾ പരിമിതപ്പെടുത്തിയ ശേഷം തദ്ദേശ സ്ഥാപനങ്ങളോട് സ്വന്തം നിലയ്ക്ക് ഫണ്ട് കണ്ടെത്താനാണ് ബഡ്ജറ്റിലൂടെ പറഞ്ഞത്. തദ്ദേശ സ്ഥാപനങ്ങളോട് അത് നിങ്ങൾ അറിയുന്നില്ലേ? സ്വന്തം നിലയിൽ ഫണ്ട് കണ്ടെത്തി നിന്നുകൊള്ളാൻ പഞ്ചായത്തുകളോട് വായ്പ എടുക്കാനും പൊതു സ്വകാര്യ പങ്കാളിത്ത മേഖലകൾ കണ്ടെത്തുവാനും സർക്കാർ ബഡ്ജറ്റിൽ പറയുകയാണ്. സാർ, വികസന ആവശ്യങ്ങൾക്കായി തദ്ദേശ സ്ഥാപനപരമായ വായ്പകൾ എടുക്കണമെന്നാണ് ബഡ്ജറ്റ് നിർദ്ദേശിക്കുന്നത്. സാർ, പദ്ധതി വിഹിതം കുറയുമ്പോൾ സ്വാഭാവികമായും പട്ടികജാതി ഉപപദ്ധതി, പട്ടികവർഗ ഉപപദ്ധതി എന്നിവയ്ക്കുള്ള തുകയും കുറയുമെന്ന് നേരത്തെ ഞങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞതാണ് വിമർശനം. സാർ, അതിനായി പ്രത്യേക പണം വകയിരുത്തുമെന്നാണ് മുഖ്യമന്ത്രി ബഡ്ജറ്റിൽ പറഞ്ഞത്. എന്നാൽ ധനവിനിയോഗ ബില്ലിൽ ഇത് കണ്ടതേയില്ല. സാർ, പട്ടിക വിഭാഗങ്ങളോടുള്ള കടുത്ത അവഗണനയായേ ഇതിനെ കാണാൻ കഴിയൂ. സാർ, എന്നാൽ LDF സർക്കാരിൻ്റെ കീഴിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് ക്രമമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന കണക്ക് നിങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷം എടുത്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. സാർ, കോവിഡിൻ്റെ കാലം ഒഴികെയുള്ള എല്ലാ വർഷവും അത് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു സമീപനമാണ് കേരളത്തിൽ LDF സ്വീകരിച്ചത്. 2022-23 കണക്കുകൾ പ്രകാരം 848 കോടി രൂപയായിരുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതികൾ 2024-25 കണക്കുകൾ പ്രകാരം 8352 കോടിയായി വർദ്ധിച്ചു. സാർ, തുടർന്ന് 2025-26 പുതുക്കിയ കണക്കിൽ ഇത് 9100 കോടിയായി ഉയരുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. തദ്ദേശ സ്ഥാപനങ്ങളോടുള്ള ഈ അനുകൂല സമീപനം LDF സർക്കാർ തന്നെ തയ്യാറാക്കിയ 2026-27 വർഷത്തേക്കുള്ള ബഡ്ജറ്റിലും തുടർന്നു. ഇതിൽ തദ്ദേശ പദ്ധതി വിഹിതമായി 10,189 കോടി രൂപയാണ് നിശ്ചയിച്ചിരുന്നത്. സാർ, എന്നാൽ പുതിയ സർക്കാരിൻ്റെ വരവോടെ ഇതിൽ കുറവ് വന്നിരിക്കുകയാണ്. 2026-27 പുതുക്കിയ സംസ്ഥാന പ്ലാനിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം 8655.45 കോടിയായിട്ടാണ് വെട്ടിക്കുറച്ചത്. ഇത് ഏകദേശം ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ 1535.5 കോടിയുടെ കുറവാണ്. സാർ, മാത്രമല്ല 2025-26 പുതുക്കിയ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ 38.2% വലിയൊരു ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. സർ, കഴിഞ്ഞ ധനകാര്യമന്ത്രി അവതരിപ്പിച്ച അവസാന ബഡ്ജറ്റ് സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾക്ക് അനുഭാവപൂർവമായ നിലപാടാണ് സ്വീകരിച്ചത്. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ജനറൽ പർപ്പസ് ഫണ്ട്, മെയിൻ്റനൻസ് ഫണ്ട് എന്നിവ ഉയർത്തുകയും പ്രാദേശിക സർക്കാരുകൾക്കുള്ള വികസന ഫണ്ട് 11.6% വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. സാർ, തദ്ദേശ സ്ഥാപനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ലോക്കൽ ഗവൺമെൻറ് ബോർഡ് ഓഫ് ഫിനാൻസ് സ്ഥാപിക്കുക എന്ന സുപ്രധാന തീരുമാനവും കഴിഞ്ഞ ബഡ്ജറ്റിൽ നിർദ്ദേശിച്ചിരുന്നു. സാർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ താരതമ്യേന പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ പ്രത്യേക വികസന ഫണ്ട് അനുവദിക്കുന്നതിനോടൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനവും കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞു. സാർ, അത് വളരെ ഗൗരവമായ വിഷയമാണ്. കേരളത്തിലെ എല്ലാ ജനപ്രതിനിധികളും MLA-മാരും MP-മാരുടെ മുന്നിലെല്ലാം അവർ നിരന്തരമായി പറയുന്നൊരു വിഷയമാണ്. അത്തരം വിഷയത്തെ സംബന്ധിച്ച് ബഡ്ജറ്റിലും പരാമർശിക്കുന്നില്ല. തദ്ദേശ സ്ഥാപനങ്ങളോടുള്ള ഒരു അവഗണനയുടെ ഒരു ഉദാഹരണമാണ് സാർ അത് കാണിക്കുന്നത്. എന്നാൽ വികേന്ദ്രീകരണത്തിന് വലിയ ഊന്നൽ നൽകിയ കഴിഞ്ഞ ബഡ്ജറ്റുകളിൽ നിന്ന് തികച്ചും പുറകോട്ട് പോകുന്ന സമീപനമാണ് ഇപ്പോൾ UDF സർക്കാർ സ്വീകരിക്കുന്നത്. സാർ, എൻ്റെ മണ്ഡലത്തിലെ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ സാധാരണ പ്ലാൻ വിഹിതമായി കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നത് 9.32 കോടി രൂപയായിരുന്നു. എന്നാൽ ഇത്തവണത്തെ പുതുക്കിയ ബഡ്ജറ്റിൽ പറയുന്നത് 2.3 കോടി രൂപയായി വെട്ടിക്കുറച്ചിരിക്കുകയാണ്. സാർ, ഇത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. സാർ, അതുപോലെ സാർ സമയമുണ്ട്, ഇല്ല, കഴിയുന്നത്ര ചുരുക്കാനാണ് നോക്കാം.
ഇവിടെ തദ്ദേശ മന്ത്രി ഉണ്ടല്ലോ, തദ്ദേശ മന്ത്രി, അദ്ദേഹത്തിൻ്റെ ജില്ലയിലെ പെരിന്തൽമണ്ണ 5.6 കോടിയായിരുന്നു 1.9 കോടിയായി. സാർ, പൊന്നാനിയിലെ നഗരസഭയുടെ അവസ്ഥ എന്താ? 9.8 കോടിയായിരുന്നത് 3.3 മാറി. സാർ, മഞ്ചേരി 10.3 ആയിരുന്നത് 3.4 കുറഞ്ഞു. സാർ, തിരൂരിലെ 5.1 ആയിരുന്നത് 2.1 മലപ്പുറത്തിൻ്റെ സ്ഥിതി 11.7 കോടിയായിരുന്നത് 2.5 കോടിയായി കുറഞ്ഞു. സാർ, അതുപോലെ താനൂരിലെടുത്താൽ 9.4 ആയിരുന്നത് 2.6 പരപ്പനങ്ങാടി എടുത്താൽ 9.8 2.7 ഇങ്ങനെ ഓരോ മുനിസിപ്പാലിറ്റിയുടെയും തുക കുറഞ്ഞത് അവിടങ്ങളിലെ പദ്ധതികളെ ബാധിക്കുന്ന സ്ഥിതിയാണെന്നുള്ള കാര്യം ഞാനിനി പ്രത്യേകം പറയണ്ടല്ലോ. സാർ, പല മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തുകളിലെല്ലാം ഗ്രാമസഭ കൂടി പദ്ധതി പ്ലാൻ അംഗീകരിച്ച് അതിനുശേഷം എങ്ങനെ ജനപ്രതിനിധികൾ അവിടുത്തെ ജനങ്ങളെ കാണാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാകും? പ്ലാൻ ഉൾപ്പെടെ വാർഡ് സഭകളിൽ അംഗീകരിച്ച് പോയതിന് ശേഷം ജനപ്രതിനിധികൾക്ക് ആ ഫണ്ടില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ? അപ്പോൾ ഇത് ഇങ്ങനെ ഒരു വളരെ ഗുരുതരമായ സാഹചര്യമാണ്. സാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൈകാലുകൾ സർക്കാർ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വാചാലനായി പറയുമ്പോൾ ഭരണപക്ഷത്തെ 102ന്റെ ബലത്തിൽ നല്ല കയ്യടി കിട്ടും. പക്ഷേ നമ്മുടെ പഞ്ചായത്തുകളിലെ മെമ്പർമാരുടെ സ്ഥിതി എന്താ? അവരെ കയ്യും കാലും കെട്ടിയിട്ടിരിക്കുകയാണ്. കയ്യും കാലും ഇട്ട് അടിക്കുകയാണ് അവർക്ക് വല്ലാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാര്യം. സാമ്പത്തികമായി അവയെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. സാർ, ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും നിലയ്ക്കുന്ന അവസ്ഥയായിട്ടുണ്ട്. ലോകം ചർച്ച ചെയ്ത പ്രാദേശിക വികസനത്തിൽ കേരള മോഡലിൻ്റെ കടക്കൽ കത്തിവെക്കുകയാണ് സാർ UDF സർക്കാർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതും സ്പിൽ ഓവർ അനുവദിക്കാത്തതും മൂലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ്. സാർ, ഇവിടെ ധനകാര്യ കമ്മീഷൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. വികസന ഫണ്ടിൽ വരുത്തിയ കുറവിന് പകരമായി ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ആയത് പ്രശ്നപരിഹാരത്തിന് ഉതകുന്നതല്ല. വികസന ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാവുന്ന പല പദ്ധതികൾക്കും ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് ഉപയോഗിക്കാൻ കഴിയില്ല. സാർ, ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് ട്രേഡ് ഫണ്ട്, അൺട്രേഡ് ഫണ്ട് എന്നിങ്ങനെ 2 കമ്പോണൻ്റ് ആയിട്ടാണ് നൽകുന്നത്. ഇതിൽ ട്രേഡ് ഫണ്ട് ഉപയോഗിച്ച് കുടിവെള്ളം, ശുചിത്വം എന്നീ മേഖലകളിലെ പദ്ധതി മാത്രമേ എടുക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഇത് വികസന ഫണ്ടിന് പകരമാകില്ല. ഇത്തരത്തിൽ വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തിയ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് വിനിയോഗിക്കേണ്ടി വരും. ഇത് കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകും. സാർ, നിലവിൽ തന്നെ ഒട്ടേറെ ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളും സർക്കാർ നൽകുന്ന ഗ്യാപ്പ് ഫണ്ട് ഉപയോഗിച്ചാണ് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന അവസ്ഥ. അതുകൊണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ സഭാ നടപടികൾ നിർത്തിവെച്ച് ഈ സ്തംഭനാവസ്ഥ ഒഴിവാക്കാൻ ആവശ്യമായ തരത്തിലുള്ള ചർച്ചയ്ക്ക് വിധേയമാക്കണമെന്നാണ് സാർ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സാറേ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഈ ബജറ്റിനെതിരെയോ ഈ സർക്കാരിനെതിരെയോ അല്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ സർക്കാരിനെതിരെയും കഴിഞ്ഞ ബജറ്റിനെതിരായിട്ടുമാണ്. കാരണം ഈ ബജറ്റിൽ ഞാൻ പറഞ്ഞല്ലോ 1533 കോടി രൂപ കുറച്ചു അല്ലേ? 2025-26 ബജറ്റിൽ അന്നത്തെ സർക്കാർ വച്ചിരുന്ന തുകയുടെ എത്രയാ കുറച്ചത്? 3-ാം ഗഡു കൊടുത്തില്ല. എത്രയാ 3-ാം ഗഡു? 2150 കോടി രൂപ കൊടുക്കാതെ പോയവരാണ് നിങ്ങൾ. എന്നിട്ട് 2150 കോടി രൂപ കൊടുക്കാതെ ഭരണം വിട്ടുപോയ ആളുകൾ 1533 കോടി രൂപ പ്ലാനിൽ കുറച്ചതിനെ ചോദ്യം ചെയ്യാം. എന്തൊരു തമാശയാണ്. ഇനി അതിന് മറുപടി പറഞ്ഞെന്താ? തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് 3-ാം ഗഡു കൊടുക്കാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പ് വന്നത് അറിയില്ല ആർക്കും. മാത്രമല്ല 3-ാം ഗഡു കൊടുക്കേണ്ടത് മാർച്ചിലാണോ? 3-ാം ഗഡു കൊടുക്കേണ്ടത് ഡിസംബറിലായിരുന്നു. ആ ഡിസംബറിൽ കൊടുക്കാത്ത 3-ാം ഗഡു ഡിസംബറിൽ കൊടുത്തില്ല, ജനുവരിയിൽ കൊടുത്തില്ല, ഫെബ്രുവരിയിൽ കൊടുത്തില്ല. മാർച്ച് 16-നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. അതുവരെ കൊടുത്തില്ല. 2150 കോടി രൂപ. ആ 2150 കോടി രൂപ 3-ാം ഗഡു കൊടുക്കാതെ കൊടുത്ത വർക്കുകൾക്കെല്ലാം പണം കൊടുക്കാതെ വിഷമിക്കുന്ന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടതിന് പകരം നിവർത്തികേട് കൊണ്ട്, നിങ്ങളുടെ ബജറ്റിലെ പാളിച്ച കൊണ്ട്, നിങ്ങളുടെ പ്ലാനിലെ പാളിച്ചകൾ കൊണ്ട് ഞങ്ങൾക്ക് 1533 കോടി രൂപ കുറയ്ക്കേണ്ടി വന്നതിനെയാണ് വിമർശിക്കുന്നത്. ഇനി വേറെ ചോദ്യമുണ്ട്. സ്പിൽ ഓവർ കൊടുത്തില്ല. സ്പിൽ ഓവർ കൊടുത്തില്ല. ഈ 2150 കോടി രൂപ കൊടുത്തില്ല. ഓക്കെ, ബജറ്റിൽ ആ തുക വെച്ചിട്ടുണ്ടോ?
ഈ കഴിഞ്ഞ ബജറ്റിൽ ആ തുക വെച്ചിട്ടുണ്ടോ? സ്പിൽ ഓവർ കൊടുക്കാൻ വെച്ചിട്ടില്ലല്ലോ. വെച്ചിരുന്നുവെങ്കിൽ 10,183 കോടി രൂപ ഉള്ള പ്ലാനിൽ അതിൽ 2,000 കോടി കൂടി കുറച്ചാൽ 8,000 കോടി രൂപയാവുള്ളൂ കഴിഞ്ഞ പ്ലാൻ. ഈ പ്ലാൻ 8,655 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. ആ സ്പിൽ ഓവർ മാറ്റിയ ആ പ്ലാൻ 8,000 കോടിയുള്ളൂ ഈ വർഷത്തേക്ക്. കഴിഞ്ഞ ബജറ്റിൽ വെച്ചിരിക്കുന്ന പ്ലാൻ 8,000 കോടിയേ വരുള്ളൂ. 2,150 കോടി കുറച്ചാൽ അതിനേക്കാൾ കൂടുതൽ തുക 8,655 കോടി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സർക്കാർ വന്നില്ല എന്നൊന്ന് സങ്കല്പിക്കുക, കുറച്ചു നേരത്തേക്ക് ഒരു സന്തോഷം കിട്ടുമല്ലോ. ആ സർക്കാരിന്റെ ബജറ്റ് തുടരുകയാണെന്ന് വിചാരിക്കുക. അല്ലല്ല, ഒന്ന് സങ്കല്പിക്കുക. ആ സർക്കാർ തുടരുകയാണെന്ന് വെക്കുക. തീർച്ചയായിട്ടും ഈ വർഷം ഒരു പുതിയ ബജറ്റ് ഉണ്ടാവില്ല. ആ ബജറ്റ് നടപ്പാക്കിയിരുന്നുവെങ്കിൽ, അതായത് 10,189 കോടി രൂപ ലോക്കൽ ബോഡിക്ക് അനുവദിച്ച ആ പ്ലാൻ ഈ വർഷം നടപ്പാക്കിയിരുന്നുവെങ്കിൽ, ഈ വർഷം ആ പ്ലാൻ 35,000 കോടി രൂപയുടെ ആ പ്ലാൻ നടപ്പാക്കി വരുമ്പോൾ 20,000 കോടി ഇല്ല. അപ്പൊ എത്ര കുറയ്ക്കേണ്ടി വരുമായിരുന്നു അറിയാമോ? 57% തുക കുറയ്ക്കേണ്ടി വരുമായിരുന്നു. ആ ബജറ്റാണ്, ആ പ്ലാനാണ് നടപ്പാക്കിയെങ്കിൽ 57% എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയാമോ? 5,750 കോടി രൂപ. ഇവർ നീക്കിവെച്ച 10,000 കോടി രൂപയുടെ 5,750 കോടി രൂപ നടപ്പാക്കാതെ പ്ലാൻ കട്ട് നടപ്പാക്കേണ്ട ഗതികേടിൽ ആ ഗവൺമെന്റ് ഉണ്ടാവുമായിരുന്നു. 5,750 കോടി രൂപ പോയേനെ. ഞങ്ങൾ പറഞ്ഞിട്ട് പൊതുസമൂഹത്തോടും നിയമസഭയോടും എല്ലാവരോടും പറഞ്ഞ് കാര്യം ബോധ്യപ്പെടുത്തി 1,533 കോടി കുറച്ചതാണ്. എന്തൊരു നിങ്ങൾ തന്നെ ഞാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വിരൽ ചൂണ്ടുമ്പോൾ 4 വിരലും നെഞ്ചിന്റെ അകത്തോട്ടാണ് കയറിപ്പോണത്. നെഞ്ചിന്റെ അകത്തോട്ട് കയറിപ്പോവാ. പിന്നെ ഇപ്പൊ പറഞ്ഞു പട്ടികവർഗക്കാരുടെ പ്രശ്നം പറഞ്ഞു. ഒരു ബജറ്റിൽ കഴിഞ്ഞ ബജറ്റിൽ പ്ലാൻ കട്ട് എത്രയെന്നറിയാമോ? പ്ലാൻ കട്ട് 500 കോടി SCയുടെ നിങ്ങളുടെ ഗവൺമെന്റ് അന്നുകൂടി അവതരിപ്പിച്ച അന്നുകൂടി മന്ത്രിയായിരുന്ന മന്ത്രിസഭ പ്ലാൻ കട്ട് SCയുടെ ഏർപ്പെടുത്തിയത് 500 കോടി, STയുടെ 112 കോടി. ഇതെല്ലാം പറഞ്ഞിട്ടാണ് ഇത് വരുന്നത്. സർ, ഇത് യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ബജറ്റാണ്. നമുക്ക് അത്രയും നമ്മുടെ കയ്യിൽ പൈസയുള്ള ഒരു വിഷയമുണ്ട്. ഞാനത് പറയാം. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 16ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം ഈ റൂറൽ ലോക്കൽ ബോഡികൾക്കുള്ള ഗ്രാന്റ് കുറവാണ്. റൂറൽ ലോക്കൽ ബോഡികൾക്കുള്ള അർബൻ ലോക്കൽ ബോഡികൾക്കുള്ള ഗ്രാന്റ് കൂടുതലായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. അതായത് അവർ റൂറൽ ലോക്കൽ ബോഡിക്ക് 405 കോടി രൂപയും അർബൻ ലോക്കൽ ബോഡിക്ക് 2,145 കോടി രൂപയാണ് ഈ വർഷത്തെ വകയിരുത്തൽ. നമുക്ക് കേരളത്തിലെ 83% പ്രദേശവും അർബൻ ഏരിയ ആണെന്ന് പറഞ്ഞിട്ടുള്ളൊരു തെറ്റായ കണക്കാണ് നമ്മുടെ 16ാം ധനകാര്യ കമ്മീഷൻ വെച്ചിരിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് റൂറൽ ലോക്കൽ ബോഡിക്ക്, അതായത് പഞ്ചായത്തുകൾക്ക് നമുക്ക് 405 കോടിയെ കൊടുക്കാൻ പറ്റുള്ളൂ. 2,145 അർബന് കൊടുക്കണം. അത് ഇംബാലൻസ്ഡ് ആവും കേരളത്തിൽ. നമ്മൾ എന്ത് ചെയ്തു? പ്രാദേശിക സർക്കാരുകൾക്കുള്ള സാധാരണ വിഹിതത്തിൽ നിന്നും 300 കോടി രൂപ മാത്രം മുനിസിപ്പാലിറ്റികൾക്കും മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്കും ജനസംഖ്യാടിസ്ഥാനത്തിൽ വിഹിതം വയ്ക്കുകയും ബാക്കി തുക മുഴുവനായി 70:15:15 എന്ന അനുപാതത്തിൽ ഗ്രാമപഞ്ചായത്തുകൾക്കും ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും ജില്ലാ പഞ്ചായത്തുകൾക്കും വകയിരുത്തുന്നു. തുകയുടെ കാര്യത്തിലല്ല പ്രശ്നം. ഈ ധനകാര്യ കമ്മീഷന്റെ പൈസ വരുമ്പോൾ അത് ടൈഡ് ഫണ്ടാണ്. നമ്മൾ കൊടുക്കുന്നത് പ്ലാനിൽ അൺടൈഡാണ്. ഇപ്പം മുനിസിപ്പാലിറ്റിക്ക് കിട്ടിയിരിക്കുന്ന മുനിസിപ്പാലിറ്റികൾക്കുള്ള പരാതി അങ്ങ് പറഞ്ഞതല്ല പരാതി, ഇതല്ല പരാതി. പൈസ കുറവല്ല, ടൈഡ് ഫണ്ട് അവർക്ക് കൂടുതലായി. അപ്പോൾ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ, പ്രായോഗികമായ പ്രയാസങ്ങൾ ഉണ്ടാകും. അത് നമ്മൾ കേന്ദ്രവുമായി കൂടി സംസാരിച്ച് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ ചിലവാക്കാൻ പണം കിട്ടിയിട്ടുണ്ട്. 2 ഇതായിട്ട് സ്റ്റേറ്റ് പ്ലാനിൽ നിന്നും കിട്ടിയിട്ടുണ്ട്, ധനകാര്യ കമ്മീഷൻ്റെയും പൈസ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ധനകാര്യ കമ്മീഷൻ്റെ പണം എന്ന് പറയുന്നത് ടൈഡാണ്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് അവർക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി ഗവൺമെൻറ് സ്വീകരിക്കും. അല്ലാതെ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച ഒരു കാര്യത്തിനൊരു പ്രസക്തിയില്ല. ഈ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരാവശ്യം.
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചട്ടം 50 പ്രകാരമുള്ള നോട്ടീസിനുള്ള അവതരണാനുമതി നിഷേധിക്കുന്നു. സർ, വീണ്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കുന്ന വിശദീകരണവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്പിൽ ഓവറിനെ കുറിച്ച് പറഞ്ഞ കാര്യം. അദ്ദേഹം ചോദിച്ച ചോദ്യം, കഴിഞ്ഞ ബജറ്റിൽ സ്പിൽ ഓവർ നൽകുന്നതിന് വേണ്ടി തുക വകയിരുത്തിയിരുന്നോ? അതായത് LDF സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ ഇതിനു വേണ്ടി തുക വകയിരുത്തിയിരുന്നോ എന്നാണ്. സർ, അദ്ദേഹത്തിന് നടപടിക്രമങ്ങൾ അറിയാത്തതല്ല, നല്ല നിശ്ചയമുള്ള ആളാണ്. പക്ഷേ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ്. സർ, സ്പിൽ ഓവറിൻ്റെ ഭാഗമായി തുക അനുവദിക്കുന്നതിന് പ്രത്യേകമായ വകയിരുത്തൽ ആവശ്യമില്ല. അത് അനുവദിച്ചതിന് ശേഷം പിന്നെ അധിക ഫണ്ട് അനുവദിക്കുന്ന രീതിയാണ് എല്ലാ കാലത്തും സ്വീകരിച്ചു വന്നിട്ടുള്ളത്. എന്തിനാണ് ആ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത് എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു രീതിയായിട്ടത് മാറുകയാണോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. സർ, ഇവിടെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നമ്മുടെ 3ാം ഗഡു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകാൻ കഴിയാതിരുന്നത് അത് തീർത്തും വ്യക്തതയുള്ള കാര്യമാണ്. മാർച്ചിലാണ് 3ാം ഗഡു നൽകാൻ ഉദ്ദേശിച്ചിരുന്നത്. സാധാരണ നിലയിൽ സർക്കാരിൻ്റെ പ്ലാൻ ഗ്രാൻറ്റ് 3 ഗഡുക്കളായി നൽകുന്നതിനാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുള്ളത്. ഈ 3ാമത്തെ ഗഡു അനുവദിച്ച് നൽകുന്നതിന് തടസ്സമായി വന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമാണ്. അതുള്ളത് കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അനുമതി ചോദിച്ചു. പക്ഷേ അനുമതി ലഭിച്ചില്ല. അതുകൊണ്ടാണ് ഈ 3ാം ഗഡു അനുവദിക്കാൻ കഴിയാതിരുന്നത്. സർ, ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ പറയുന്ന തുക അനുവദിക്കുന്നതിന് പ്രയാസമുണ്ടോ? കഴിഞ്ഞ സാമ്പത്തിക വർഷാവസാനം 6000 കോടിയോളം രൂപ നീക്കിയിരിപ്പുണ്ടല്ലോ. സ്വാഭാവികമായും അതിൽ നിന്ന് സ്പിൽ ഓവറായി 3ാം ഗഡു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകാവുന്നതാണ്. ഇതേവരെ അതിന് തയ്യാറായിട്ടില്ല. സർ, അതിൻ്റെ നടപടിയാണല്ലോ സർക്കാർ സ്വീകരിക്കേണ്ടത്. സർ, ഇവിടെ 2022 ഇറങ്ങിയ സർക്കാർ ഉത്തരവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലുണ്ടാകും. ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ പരിശോധിക്കേണ്ടതാണ്. 19/4/2022 GOMS 84/2022/LSGD ഇതിൽ സർക്കാർ നീക്കിവെക്കുന്ന ഫണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സാങ്കേതിക കാരണങ്ങളാൽ നഷ്ടപ്പെടരുത് എന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. സർ, അത് ഇപ്പോഴും പ്രാബല്യത്തിലുള്ള കാര്യമാണ്. അപ്പോൾ ഈ തുക സ്പിൽ ഓവറായി അനുവദിച്ചാൽ ഇപ്പോൾ ശ്വാസം മുട്ടി നിൽക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നേരെ ചൊവ്വേ ശ്വാസം കഴിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. അതിനുള്ള നടപടി എടുക്കുമെന്ന് ഇപ്പോഴും അദ്ദേഹം പറയുന്നതായി കാണുന്നില്ല. സർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ധനവിനിയോഗത്തിന് വലിയ പ്രയാസം നേരിട്ടിരുന്നു എന്നത് അറിയാത്തയാളല്ല മുഖ്യമന്ത്രി, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സർ, ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2026 ജനുവരിയിൽ LDF സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക്
10,189 കോടി രൂപയാണ് പ്ലാനിൽ വകയിരുത്തിയിരുന്നത്. സർ, അതാണ് പുതുക്കിയ ബജറ്റിൽ 8,655 കോടി 45 ലക്ഷമായി വെട്ടിക്കുറച്ചത്. അദ്ദേഹം പറഞ്ഞതുപോലെ, മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതുപോലെ 1,533 കോടി രൂപയുടെ കുറവാണ് പ്ലാൻ വിഹിതത്തിൽ വന്നിരിക്കുന്നത്. സർ, ഇവിടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ പ്രശ്നം അദ്ദേഹം പറഞ്ഞു. ഇരിക്കട്ടെ, പൊതുവിഭാഗങ്ങൾക്കുള്ള പ്ലാനിൽ 1,261 കോടി 40 ലക്ഷം രൂപ ഇപ്പോൾ കുറവ് വന്നിട്ടുണ്ടല്ലോ. അത് കുറവായിട്ട് തന്നെ കിടക്കുകയാണ്. ആ കുറവ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ വല്ലാതെ ബാധിക്കുന്നതാണ്. 2011-16 ബജറ്റ് വിഹിതവും 2016-21 കാലത്തെ ബജറ്റ് വിഹിതവും 2021-26 കാലത്തെ ബജറ്റ് വിഹിതവും പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് LDF സർക്കാർ എന്തോ വല്ലാതെ കുറവ് വരുത്തി എന്നൊരു ധ്വനിയിൽ അദ്ദേഹം സംസാരിച്ചല്ലോ. സർ, 2011-16 കാലത്ത് UDF സർക്കാരായിരുന്നു. ആ കാലത്ത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് 5 വർഷത്തെ പ്ലാൻ സൈസ് 83,020 കോടി രൂപയായിരുന്നു. അന്ന് ചെലവാക്കിയത് 78,275 കോടി രൂപ, അതായത് 94.28%. സർ, 2016-21 കാലത്ത് 1,37,870 കോടി രൂപ വകയിരുത്തി. 1,41,074 കോടി രൂപ ചെലവാക്കി. സർ, എത്രയാ ശതമാനം? 102.32%. ഇതാണ് വ്യത്യാസം. അപ്പോൾ ബജറ്റ് വിഹിതത്തേക്കാൾ 3,204 കോടി രൂപ അധികമായി ചിലവാക്കി എന്നർത്ഥം. ഇനി കഴിഞ്ഞ 5 വർഷം 2021-26 1,51,220 കോടി രൂപയായിരുന്നു. അതിൽ ചെലവ് ചെയ്തത് 2,04,911 കോടി രൂപ എന്ന് പറഞ്ഞാൽ 135.5%. ഇതാണ് LDF കാലം. വകയിരുത്തിയതിനേക്കാളും കൂടുതൽ ചെലവിടുകയായിരുന്നു. ഇതെന്തുകൊണ്ടാണ് കഴിഞ്ഞത്? ഈ പറഞ്ഞ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് സ്പിൽ ഓവറായിട്ട് പിന്നീട് അനുവദിച്ചിരുന്നു. അത് പിടിച്ചു വച്ചിട്ടില്ല, അത് കട്ട് ചെയ്തിട്ടില്ല. അത് പൂർണ്ണമായിട്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയ മരവിപ്പ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരികയാണ്. സർ, ഇവിടെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് അത് ലഭിക്കാത്തതിൻ്റെ കുറവും അതിൻ്റെ ഭാഗമായി പ്ലാൻ സൈസിൽ വന്ന കുറവും അദ്ദേഹം പറയുകയുണ്ടായി. സർ, 2024-25, 2025-26, 2026-27 ഈ വർഷങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്തിന് റവന്യൂ കമ്മി ഗ്രാൻഡ് ലഭിച്ചിരുന്നില്ല. ആ റവന്യൂ കമ്മി ഗ്രാൻഡ് ലഭിച്ചില്ല എന്നുള്ളത് കൊണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ വീതം നമ്മൾ വെട്ടിക്കുറച്ചിട്ടില്ല. ഇവിടെ ഈ വർഷങ്ങളെടുത്താൽ 2024-25 30,370 കോടി, 2025-26 32,500 കോടി, 2026-27 35,750 കോടി. ഈ ക്രമത്തിലാണ് ഗ്രാൻഡ് അനുവദിച്ചിരുന്നത്. സർ, അപ്പോൾ റവന്യൂ കമ്മി ഗ്രാൻഡിനെ പ്ലാൻ സൈസുമായി ബന്ധിപ്പിക്കേണ്ട കാര്യം വരുന്നില്ല. അതുമായി ബന്ധിപ്പിക്കാതെ തന്നെ ഇത് നൽകേണ്ട കാര്യമാണ്. മാത്രമല്ല, ഒരു സൗകര്യം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. 16-ാം ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ അനുസരിച്ച് ചില്ലറ വരുമാനം നമുക്ക് കൂടുമല്ലോ. 10,000 കോടിയോളം രൂപ അധികം കിട്ടുന്ന നിലയുണ്ടല്ലോ. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത്. സർ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് പണം കുറയുന്നു എന്ന് വരുമ്പോൾ, അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് വരുമ്പോൾ, അതിൻ്റെ ഭാഗമായി അവിടെ മുൻഗണന അർഹിക്കുന്ന ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, പാലിയേറ്റീവ് രോഗികൾ, കിടപ്പ് രോഗികൾ, അതിദരിദ്രർ, അഗതികൾ, വനിതകൾ, ഇങ്ങനെ
വിവിധ വിഭാഗങ്ങൾക്ക് നൽകേണ്ട സേവനങ്ങളും ആനുകൂല്യങ്ങളുമാണ് നൽകാൻ കഴിയാതെ വരുന്നത്. സർ, ഇവിടെ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളും ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരത്തോടെ കഴിഞ്ഞ ബജറ്റിൽ വകയിരുത്തിയിരുന്ന തുക അതനുസരിച്ച് വിവിധ പദ്ധതികൾ അംഗീകരിച്ചിട്ടുണ്ട്. വാർഡ് സഭകൾ ചേർന്നുകൊണ്ടാണ് ആ പദ്ധതിയുടെ നിർവഹണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ഇത് ഇല്ലാതാകുമ്പോൾ പാലിയേറ്റീവ് കെയർ, ഡയാലിസിസിന് വിധേയരായവർക്കുള്ള സഹായം, കോക്ലിയർ ഇംപ്ലാന്റേഷൻ, കുടുംബശ്രീ ജനകീയ ഹോട്ടലുകളുടെ തുറന്നടത്തിപ്പ്, വയോമിത്രം പദ്ധതി, ബഡ്സ് സ്കൂൾ പ്രവർത്തനങ്ങൾ ഇവയെല്ലാം മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് വരുന്നത്. സർ, ഇത് അടിയന്തരമായി തിരുത്തേണ്ടതാണ്. അദ്ദേഹം തിരുത്തുമെന്നൊരു വാചകമേ കണ്ടില്ല, അതിൻ്റെ ഒരു സമീപനവും കണ്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ നെഹ്റുവിയൻ നയം നേരത്തെ ഉപേക്ഷിക്കുന്ന നില സ്വീകരിച്ചു. ഇപ്പോൾ ഗാന്ധിയെയും കൂടി ഉപേക്ഷിക്കുന്ന നിലയാണ് വരുന്നത്. സർ, മഹാത്മാഗാന്ധിയുടെ സങ്കല്പമായിരുന്നു ഗ്രാമസ്വരാജ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞങ്ങൾ പഞ്ചായത്തിനായി നടപ്പാക്കിയത്. അതാണ് രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്ത് നടന്നത് എന്നാണ് നിങ്ങളെല്ലാവരും വലിയ തോതിൽ മേലിനടിച്ചിരുന്നത്. പക്ഷേ രാജീവ് ഗാന്ധിയെ അടക്കം ഇപ്പോൾ ഉപേക്ഷിക്കുന്ന നിലയാണ് വന്നിട്ടുള്ളത്. സർ, ഈ നിലപാട് നിർഭാഗ്യകരമാണ്. ഇത് തിരുത്തേണ്ടതാണ്. ഇതിൻ്റെ ഭാഗമായി തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഈ ജനദ്രോഹ നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് അത് തിരുത്തുമെന്ന ഒരു സൂചന പോലും മുഖ്യമന്ത്രി നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ കക്ഷിയും വാക്കൗട്ട് നടത്തുകയാണ്. സാർ, ഇവിടെ വളരെ ഗൗരവപ്പെട്ട ഒരു പ്രശ്നമാണ് നമ്മൾ സംവദിച്ചിട്ടുള്ളത്. ഭരണപ്രതിപക്ഷ വ്യത്യാസത്തിൻ്റെ തർക്കം മാത്രമല്ല, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ധനവിനിയോഗത്തിൻ്റെ സാധ്യതകൾ കുറഞ്ഞതനുസരിച്ച് നമ്മുടെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വലിയ പ്രതിസന്ധിയെ നേരിടുന്നൊരു സമയമാണ് സാർ. ഇവിടെ സ്പിൽ ഓവറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു. LDF വെച്ച ബഡ്ജറ്റാണെങ്കിലും UDF വെച്ച ബഡ്ജറ്റാണെങ്കിലും സാർ ജനങ്ങളുടെ പണമാണ്, ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ട സംഖ്യയാണ്. നമ്മുടെ നാട്ടിലെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുള്ള എല്ലാ അഭിമാന പദ്ധതികളും LSTD വഴിയാണ് സാർ നടപ്പിലാക്കിയിട്ടുള്ളത്. അത് അതിദാരിദ്ര്യ മുക്ത കേരളമാണെങ്കിലും ലൈഫാണെങ്കിലും മാലിന്യ സംസ്കരണമാണെങ്കിലും ഒക്കെ എല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ളൊരു നടപടിയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. സാർ, മാലിന്യമുക്ത കേരളം എന്ന നമ്മുടെ ആശയം നമ്മളെല്ലാവരും ചേർന്ന് ലോകത്തിന് മുമ്പിൽ ശ്രദ്ധിക്കപ്പെട്ടതാണ്. ബ്രസീൽ GOP 30 ഉച്ചകോടിയിൽ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണത്തിൻ്റെ ആഗോള മാതൃകയായി കേരളം തിരഞ്ഞെടുക്കപ്പെട്ടു. സാർ, കേന്ദ്ര സർക്കാരിൻ്റെ ശുചിത്വ റാങ്കിങ്ങിൽ കേരളം എന്തൊരു മുന്നോട്ട് പോക്കാനുണ്ടായത്. ഏറ്റവും ശുചിത്വമുള്ള 100 നഗരങ്ങളിൽ 8 എണ്ണം കേരളത്തിലാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. സാർ, ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം 38,000-ത്തിലധികം പേരുള്ള നമ്മുടെ ശുചീകരണത്തിൻ്റെ സൈന്യം എന്ന് വിളിക്കപ്പെടാവുന്ന ഹരിതകർമ്മ സേന മാത്രം 1.5 ലക്ഷം ടൺ മാലിന്യങ്ങളാണ് സാർ കഴിഞ്ഞ ദിവസങ്ങളിൽ മാറ്റിയതായി കണ്ടത്. ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ഇന്ന് സൂചിപ്പിച്ചപ്പോൾ നമ്മൾ ചർച്ച ചെയ്തു. മാലിന്യമുക്ത കേരളവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേരളത്തിൻ്റെ ആരോഗ്യത്തെ തന്നെ ബാധിക്കുന്ന വിധത്തിലാണ്. സാർ, അങ്ങുൾപ്പെടെ കണ്ടിട്ടുണ്ടാകും, ഇന്നലെ ഇറങ്ങിയ മാതൃഭൂമി പത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ തലസ്ഥാന നഗരത്തിൽ ജൈവ മാലിന്യ സംസ്കരണത്തിന് അനധികൃത സംഘങ്ങൾ സജീവം എന്നാണ്. സാർ, മാലിന്യ സംസ്കരണത്തിൽ നമുക്ക് ഏതെങ്കിലും വിധത്തിൽ വീഴ്ച പറ്റാത്ത നിലപാടുകളുമായി നമ്മൾ മുന്നോട്ട് പോകണം. കാരണം മാലിന്യ സംസ്കരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനിവാര്യമായ ചുമതലകളിൽപ്പെട്ടാണ് സാർ. ഇങ്ങനെ ഒരു ഘട്ടത്തിലാണ് സ്വാഭാവികമായിട്ടും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നീക്കിവെക്കുന്ന തുകയിലുണ്ടായിട്ടുള്ള കുറവിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സാർ, ഒരു ഘട്ടത്തിലും കേരളത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 6ാം ധനകാര്യ കമ്മീഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശുപാർശ 30% ആകും വരെ ഓരോ വർഷത്തിലും വാർഷിക പദ്ധതിയിൽ 0.5% വർധനവ് LSTDക്ക് ഉണ്ടാകണം എന്നാണ്. സാർ, അത് ഇതുവരെ മാറ്റിയിട്ടില്ല. ഇത്തവണ 2021 കോവിഡ് കാലത്തൊഴികെ പ്ലാൻ കട്ട് വന്നപ്പോഴും LSTDയുടെ വിഹിതത്തിൽ മാറ്റം ഉണ്ടായിട്ടില്ല. സാർ, ഇത്തവണ നമ്മൾ അവതരിപ്പിച്ചതിൽ LSTDക്ക് 1533 ആകെ കുറഞ്ഞു എന്ന് മാത്രമല്ല സാർ, അതിനകത്ത് SC സബ് പ്ലാനിൽ 236.70 കോടി രൂപയുടെ കുറവാണ് സാർ. ട്രൈബൽ സബ് പ്ലാനിൽ 35.45 കോടിയുടെ കുറവാണ് സാർ. അപ്പോൾ SC സബ് പ്ലാനിലും ട്രൈബൽ സബ് പ്ലാനിലും ഉൾപ്പെടെ വരുന്ന കുറവ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ വിധത്തിലുമുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു എന്ന പ്രശ്നം വളരെ ഗൗരവമായി തന്നെ നാം കാണേണ്ടതുണ്ട്. സാർ, പ്ലാൻ കട്ടുണ്ടായപ്പോൾ പോലും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ധനവിനിയോഗിക്കാതെ ബാധിക്കാത്ത വിധത്തിൽ നമ്മളിത് കൊണ്ടുപോയി. കോവിഡ് കാലത്തൊഴിച്ചാൽ ആ സ്ഥിതി നമ്മൾ തുടർന്നു. ഇപ്പോൾ കേരളത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ
ടോട്ടൽ പ്ലാനിൽ 35,000-ൽ നിന്ന് 30,000-ലേക്ക് അതിൻ്റെ സൈസിൽ മാറ്റം വരുമ്പോഴും LSTDയെ പോലെ ഒരു വിഭാഗത്തിന് അത് ബാധിക്കാത്ത വിധത്തിൽ കൊണ്ടുപോകേണ്ട ഗുരുതരമായിട്ടുള്ള പ്രാധാന്യം നമ്മൾ ആ കാര്യത്തിൽ കാണണം സാർ. കേന്ദ്രവീതം കുറഞ്ഞതിൻ്റെ പേരിൽ LSTDയെ മാത്രം ബാധിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമോ? മറ്റു വകുപ്പുകളെ പോലെ നമുക്കത് കാണാൻ കഴിയുമോ? വെട്ടിക്കുറച്ച കേന്ദ്ര നടപടിക്കെതിരെ അത് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹിമാചൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കേന്ദ്രത്തെ സമീപിച്ചപ്പോഴും നമ്മുടെ നിലപാടെന്തായിരുന്നു എന്ന കാര്യത്തിൽ വളരെ ഗൗരവമായി നാം കാണേണ്ടതുണ്ട് സാർ. ഈ ഗൗരവപ്പെട്ട വിഷയമാണ് ഇന്ന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഉന്നയിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ താഴത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ബാധിച്ചാൽ സാർ, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ സ്പിൽ ഓവറിലൊരു മാറ്റം ഉണ്ടായാൽ അത് ഇത്തവണ കൂട്ടിക്കൊടുക്കാൻ എന്ത് തർക്കമാണ് ഉണ്ടാകുന്നത് സാർ? ഏതെങ്കിലും വിധത്തിൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അത് കൊടുക്കാൻ പറ്റാത്ത മൂന്നാമത്തെ ഗഡുവിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമില്ലേ സാറുള്ളത്? അതിന് കൂടുതലായി സ്പിൽ ഓവറിൽ വേറെ ബഡ്ജറ്റ് വീതം കാണേണ്ടതുണ്ടോ? ഇത്തവണ എടുത്തു കൊടുത്ത് അതിൻ്റെ പ്രശ്നങ്ങൾ വീണ്ടും വന്നാൽ അധികമായി തുക അനുവദിക്കുകയോ അല്ലെങ്കിൽ ഇതേ നടപടി തന്നെ തുടർന്ന് കടന്നു പോവുകയോ ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് സാർ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. ഇത് വളരെ ഗൗരവമായി നമ്മളെ ബാധിക്കുകയാണ് സാർ. ഞാൻ അവസാനിപ്പിക്കുന്നു. നെഹ്റുവിൻ പ്ലാനിംഗ് ബോർഡിനെ നീതി ആയോഗാക്കിയപ്പോൾ വികേന്ദ്രീകൃത ആസൂത്രണത്തിൻ്റെ ഗുണഫലങ്ങൾ ഉണ്ടാകരുത് എന്ന് നിശ്ചയിച്ചതുപോലെ പ്ലാനിംഗ് ബോർഡിനെ തിങ്ക് ടാങ്ക് ആക്കി മാറ്റുന്നതോടെ ആ വികേന്ദ്രീകൃത ആസൂത്രണത്തിൻ്റെ ഗുണഫലങ്ങൾ നഷ്ടപ്പെടാവുന്ന ഒരു പൊതു സാഹചര്യമുണ്ട് എന്ന് നാം കാണുകയാണ് സാർ. ഇക്കാര്യത്തിൽ പോസിറ്റീവായ LSTD എന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നമ്മളെല്ലാവരെയും ബാധിക്കുന്ന വിഭാഗത്തെ ഗുരുതരമായി ബാധിക്കുന്ന ഈ പ്രശ്നത്തിൽ ഗവൺമെൻറ് ഒരു പോസിറ്റീവായ മറുപടി അല്ല പറഞ്ഞത് എന്നുള്ളത് കാണിച്ചുകൊണ്ട് സാർ ഞാനും എൻ്റെ കക്ഷിയും വാക്കൗട്ട് ചെയ്യുകയാണ്. നടപ്പ് സാമ്പത്തിക വർഷത്തെ പ്ലാൻ ഫണ്ടിലെ വെട്ടിക്കുറവ് മൂലം പ്രത്യേകിച്ച് പാലിയേറ്റീവ് കെയർ, ഡയാലിസിസ് വിധേയരാകുന്നവർക്കുള്ള സഹായം, അതേപോലെ കോൺക്ലിയർ ഇംപ്ലന്റേഷൻ, കുടുംബശ്രീ ജനകീയ ഹോട്ടലുകളുടെ തുടർ നടത്തിപ്പ് മുതലായ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് സാർ. ഈ സാമ്പത്തിക വർഷത്തെ പ്ലാൻ ഫണ്ടിലെ വെട്ടിക്കുറവും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ മൂന്നാം ഗഡുവിന് സമാനമായ തുക സ്പിൽ ഓവറായി അനുവദിക്കാത്തതും കാരണം ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും നിഷേധിക്കപ്പെടുന്ന ഗുരുതരമായ സാഹചര്യമാണുള്ളത്. ഈ ഗുരുതരമായ സാഹചര്യം ചർച്ച ചെയ്യാൻ അനുവദിക്കാത്ത ഈ നടപടിയിൽ പ്രതിഷേധിച്ച് ഞാൻ ഇറങ്ങിപ്പോവാണ്. യെസ്, താങ്ക് യു.